നല്ല ട്രെൻഡിങ് ആയിട്ട് വരുന്ന ടർമറിക് ഗ്ലോയിങ് ട്രെൻഡ് എനിക്ക് ചെയ്യാനായിട്ട് കുറച്ചധികം സമയത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഏതെങ്കിലും ഒരു ട്രെൻഡ് വന്ന് കുറേ പഴകി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ വെറൈറ്റിക്ക് ഒരു റെയിൻബോ ട്രെൻഡ് ചെയ്യാണ്. അപ്പോൾ ആദ്യം റെയിൻബോ ഏതാണ് പല കളേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഒരുമിച്ച് വീഴാൻ വേണ്ടി ഇത്തിരി വലിയ ജാർ എടുത്താണ്. പക്ഷെ അത്ര എഫക്റ്റീവ് ആയില്ല. കാരണം ഞാനിതിന് ഓറഞ്ചിന് പകരം ടർമറിക്, ശരിക്കുള്ള ടർമറിക് കേട്ടോ. അപ്പോൾ ടർമറിക് ഫസ്റ്റ് തന്നെ പോകുന്നുണ്ട്, ബാക്കിയെല്ലാം സ്ലോയിലാണ് പോയത്. അപ്പോൾ അത് കാരണം ആ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ ഒന്ന് എഫക്റ്റീവ് ആയിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാൻ പല രീതിയിൽ ട്രൈ ചെയ്തു. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഫൈനലിയാണ് എനിക്കിത് സക്സസ്ഫുൾ ആയത്. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? സക്സസ്ഫുൾ ആയി എന്നാണോ തോന്നുന്നത്, സക്സസ്ഫുൾ ആയില്ല എന്നാണോ തോന്നുന്നത്? ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അളവൊന്നും എടുക്കാണ്ട് ആ കുപ്പി എടുത്ത് വെക്കുന്നു, വെള്ളം ക്ലിയർ ആക്കി വെക്കുന്നു, ലൈറ്റ് അടിയിൽ വെക്കുന്നു, നമ്മൾ റെയിൻബോ കളേഴ്സ് സെറ്റ് ചെയ്യുന്നു. റെയിൻബോ ഫുൾ കളേഴ്സ് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം ഒരു റെയിൻബോ ലുക്ക് തരുന്ന കളേഴ്സ് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് ഇട്ടു. അപ്പോൾ ഇട്ടപ്പോൾ കുപ്പിയിലേക്ക് എനിക്ക് മൊത്തത്തെ പാടെ അങ്ങനെ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ആ കുപ്പിയുടെ ഹോളിനെ എക്സീഡ് ചെയ്യുന്നതായിരുന്നു ആ കളർ ഇരിക്കുന്ന ഭാഗം. സോ പിന്നെ ഞാൻ വിചാരിച്ചു അത് നമുക്ക് തിക്നെസ് കുറച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ടും സക്സസ്ഫുൾ ആവുന്നുണ്ടായില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് അങ്ങനെ തന്നെ വെക്കാം, പക്ഷെ ഒരു മിനിമം തിക്നെസ്സിൽ കളർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ഫൈനലി എനിക്ക് ആ ഒരു ഐഡിയ കിട്ടി, എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു കളർഫുൾ ഒരു ഗ്ലോയിങ് ട്രെൻഡ് നമുക്ക് എടുക്കാൻ പറ്റും. എന്നാൽ നമുക്ക് ഒരു റെയിൻബോ ട്രെൻഡ് ഞാൻ നിങ്ങൾക്കായി കാഴ്ച വയ്ക്കുന്നത് കണ്ടോളൂ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു തിക്നെസ്സിലാണ് വെച്ചേക്കുന്നത്. ആ ഒരു ഹോളിൻ്റെ ക്യാപ്പിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റുന്ന രീതിയിൽ ഞാനത് എടുത്തിട്ടുണ്ട്. പ്രാവശ്യം പക്ഷെ ഞാൻ ടർമറിക് എടുത്തില്ല, ഫുൾ രംഗോളി കളേഴ്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം. 1 2 3 സ്റ്റാർട്ട്.